ലൈംഗിക പീഡന കേസിലെ പ്രതിയായ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രക്ഷോഭിനായ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രക്ഷോഭിനെ അടുത്ത സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പാലക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇതിൽ ഈ കോൺഗ്രസ് നേതാവിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അതൊരു രാഷ്ട്രീയ ആയുധം കൂടിയായി മാറിയിട്ടുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി പോലും അത് സൂചിപ്പിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനിടയിൽ പ്രതി ഇപ്പോഴും ഒളിവിൽ തുടരുന്നു. എന്താണ് പോലീസ് പറയുന്നത്? നീക്കങ്ങൾ എങ്ങനെ, അഭിജിത്ത്? റിജിത്ത് ആര്യ പ്രക്ഷോഭിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇയാൾ ഒളിവിൽ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. പാലക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇയാളുടെ സുഹൃത്തുക്കളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇയാൾ ഒരുപക്ഷെ പെട്ടെന്ന് പിടിയിലാകുമെന്നുള്ള പ്രതീക്ഷ പോലീസിനുണ്ട്. 22കാരിയായ യുവതിയാണ് ഈ പ്രക്ഷോഭിനെതിരെ കോൺഗ്രസ് പാലക്കാട് നഗരസഭ കൌൺസിലർക്കെതിരെ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത ശേഷം തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ പരാതി. അതിന് പിന്നാലെ തന്നെ പോലീസ് കേസെടുക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ പാലക്കാട് കോട്ടമൈതാനിയിൽ പ്രസംഗിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനം നടത്തിയതാണ്. അങ്ങനെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബിജെപിയും ഒപ്പം തന്നെ സിപിഎമ്മും. എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരാൾ, അത് കോൺഗ്രസിൽ നിന്നൊരാൾ, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ആ രീതിയിൽ എങ്ങനെയാണ് സുരക്ഷ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുക എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഏതായാലും ഇതിനെ ഒരു ആയുധമാക്കാൻ സിപിഎമ്മും അതുപോലെ തന്നെ ബിജെപിയും ശ്രമിക്കുന്നത്. ഏതായാലും ഇയാൾക്കായുള്ള അന്വേഷണം നിലവിൽ ഇപ്പോൾ ഊർജിതമായി തുടരുന്നുണ്ട്. ഇയാൾ ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.